മനുഷ്യവർഗത്തെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ 25 പ്രവാചകന്മാരെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 പുത്രന്മാരിൽ ഒരാളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവ്വപിതാവ് എന്ന നിലയിലും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ വിശേഷ്യ ഹജ്ജിലും ബലിപെരുന്നാളിലും മറ്റും നാം അനുസ്മരിക്കുന്ന വ്യക്തിത്വം എന്ന നിലയിലും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന പുണ്യഭൂമിയാണ് മക്ക. ഇന്ന് നാം കാണുന്ന ഈ മക്കയുടെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ണീരിലും ത്യാഗത്തിലും എഴുതപ്പെട്ടതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഉമ്മ ഹാജറ ബീവിയുടെയും കഥ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മനുഷ്യവാസമൊന്നുമില്ലാത്ത ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത മക്കയിലെ ആ ചുട്ടുപഴുത്ത മണൽക്കാട്, അവിടെ ഒരു ഉമ്മയും ഒരു ചോരപ്പൈതലും മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുക, മകൻ ഇസ്മായിലും ഉമ്മ ഹാജറ ബീവിയും. തങ്ങളെ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു നടക്കുന്ന ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പിന്നാലെ ഓടി ഹാജറ ബീവി ചോദിക്കുകയാണ്, അള്ളാഹുവാണോ നിങ്ങൾക്കിത് കൽപ്പിച്ചത്? അതെ എന്ന് മറുപടി കിട്ടിയപ്പോൾ അള്ളാഹുവിലുള്ള ആത്മവിശ്വാസം ആ ഹാജറ ബീവി റളിയല്ലാഹു അൻഹായ്ക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. പക്ഷേ സമയം ഏറെ കഴിഞ്ഞു. കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ദാഹിച്ചു വലഞ്ഞ് ആ ചോരക്കുഞ്ഞ് മണലിൽ കിടന്ന് കൈക്കാലിട്ടടിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ മാതൃഹൃദയത്തിൻ്റെ പിടച്ചിൽ. തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ വെള്ളം തേടി പരിഭ്രാന്തിയോടുകൂടി ഓടുകയാണ്. സഫ മലമുകളിലേക്ക് ഓടിക്കയറി നോക്കുന്നു, ആരെയും കാണുന്നില്ല. വീണ്ടും താഴേക്കിറങ്ങി മറുവയിലേക്ക് ഓടുന്നു, ആരെയും കാണുന്നില്ല. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്, അങ്ങനെ 7 തവണ ഉമ്മ ജീവനറ്റതുപോലെ പാഞ്ഞു. തളർന്ന ആ പാദങ്ങളിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ മക്കയിലെ മണൽപ്പരപ്പിൽ തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ കുഞ്ഞിൻ്റെ കാലിനരികിൽ നിന്ന് ആ അത്ഭുതം സംഭവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവിടെ ഒരു നീരുറവ പൊട്ടിയൊഴുകി. അതാണ് നാം കുടിക്കുന്ന പവിത്രമായ സംസം. വിമാനങ്ങളിലും കപ്പലുകളിലും മോട്ടോർ വാഹനങ്ങളിലും എല്ലാമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഇന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ഓരോ തുള്ളി സംസം കുടിക്കുമ്പോഴും അത് മണലിൽ കിടന്ന് കരഞ്ഞ ആ കുഞ്ഞിൻ്റെയും ഓടിത്തളർന്ന ആ ഉമ്മയുടെയും മുഖം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ആ കുഞ്ഞ് വളർന്ന് പിതാവിനൊപ്പം നടക്കാവുന്ന പ്രായമായി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിൻ്റെ അടുത്ത പരീക്ഷണം വരുന്നത്, തൻ്റെ കരളായ മകനെ ബലി നൽകുക. പിതാവ് കാര്യം പറഞ്ഞപ്പോൾ ആ മകന് ഒട്ടും ഭയന്നില്ല. മകൻ പറഞ്ഞു, ഉപ്പ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊള്ളൂ. എന്നെ നിങ്ങൾ ക്ഷമാശീലരിൽ കാണാം. മിനായിലെ മലഞ്ചെരുവിലേക്ക് പിതാവും പുത്രനും നടന്നു പോയ ആ രംഗം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ ഓർമ്മയാണ്. ഒടുവിൽ അള്ളാഹു ആ ബലിയെ സ്വീകരിക്കുകയും അതിന് പകരമായി ഒരു ആടിനെ നൽകുകയും ചെയ്യുകയാണുണ്ടായത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ കഴിഞ്ഞു പോയ ഈ ചരിത്രം നമുക്ക് ഒരു ദിവസം പോലും മറക്കാനാവില്ല. നാം നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്തിലേക്ക് എത്തുമ്പോൾ നാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും അനുസ്മരിപ്പിക്കുന്ന സ്വലാത്താണ് സാധാരണ ചൊല്ലാറുള്ളത്. ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുപോലെ ഹജ്ജിനും ഉംറക്കൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ഹാജറ ബീവി വെള്ളത്തിനായി ഓടിയ സഫയും മർവയും ഹജ്ജിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതുപോലെ ബലിപെരുന്നാളിൻ്റെ സമയത്ത് ഉളുഹിയ്യത്തൊക്കെ അറക്കുന്നത് ഈ ഒരു സംഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും പാഠങ്ങളാണ് നമുക്ക് കാണിച്ചു നൽകുന്നത്. ഈ ചരിത്രം നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകട്ടെ.